അപ്പോഴേ നമ്മളിപ്പോൾ അതുപോലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ വണ്ടി നിർത്തിയ സ്ഥലത്ത് നോക്കിയപ്പോൾ ഇങ്ങനൊരു കാഴ്ച കണ്ടത് കേട്ടോ. ഗേറ്റ് അടച്ചിട്ടൊക്കെയാണ്, ഫുള്ള് കാട് കയറി കിടക്കുകയാണ്. അപ്പോൾ ഒരു ബോർഡ് കണ്ടു. ആ ബോർഡ് നോക്കിയപ്പോൾ മനസ്സിലായി BSNLൻ്റെ സ്റ്റാഫ് ക്വാർട്ടേഴ്സാണ്. ഇനി ഉപേക്ഷിക്കപ്പെട്ടതാണോ എന്താണെന്നൊരു പിടുത്തമില്ല കേട്ടോ. അത് കഴിഞ്ഞ് പോയത് നമ്മുടെ കൊച്ചുവേളിയിലുള്ള ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്കാണ്. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റാണ്. ഒരുപാട് കമ്പനികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫാക്ടറി കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണിത്. ഈ കാണുന്നത് നമ്മുടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനാണ്. ഒരുപാട് പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വികസിക്കട്ടെ, നാടങ്ങനെ വികസിക്കട്ടെ എന്ന് അത് പറഞ്ഞ് മുന്നോട്ട് പോയപ്പോഴാണ് ഇത് ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തു. പക്ഷെ പോയ ഒരു ട്രെയിൻ നോക്കിയേ, ആ ഒരു ലോക്കോ മാത്രമാണ്. അതും അതിന് വയ്യാതെയാണ് പോകുന്നത്. എന്ത് സ്ലോ ആയിട്ടാണ് പോകുന്നത് നോക്കി. അത്രയും ടൈം വെയിറ്റ് ചെയ്ത് പെട്ടെന്നുള്ള മഴയായിരുന്നു കേട്ടോ. ഫുള്ള് നനഞ്ഞൊരു പരുവായി. റെയിൻകോട്ടും കാര്യങ്ങളൊന്നും എടുത്തില്ല. അതുകൊണ്ട് മഴ ഫുള്ളായിട്ട് നനയേണ്ടി വന്നു കേട്ടോ. മഴയുടെ സീസൺ കഴിഞ്ഞിട്ട് മഴ ഇങ്ങനെ പെയ്ത് തിമിർക്കുകയാണ്. അപ്പോഴേക്ക് രാത്രിയായി. കുറച്ച് നേരം കഴിഞ്ഞ് രാത്രിയായി. ഈ കാണുന്നത് നമ്മുടെ കേശവദാസപുരത്തുള്ള ഒരു ജുമാ മസ്ജിദാണ് കേട്ടോ. എന്ത് രസമാണ് നോക്കിയല്ലേ രാത്രി. അപ്പോൾ ഇന്നത്തേക്ക് എല്ലാവർക്കും വിടാം.